ഈ കാണുന്നത് ഒരു PoE 8 പോർട്ട് സ്വിച്ചാണ്. PoE സ്വിച്ചുകൾ വാങ്ങുമ്പോൾ നമ്മുടെ മാക്സിമം പവർ കൺസപ്ഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അതനുസരിച്ചിട്ടുള്ള സ്വിച്ച് വേണം നമുക്ക് വാങ്ങാനായിട്ട്. മാക്സിമം പവർ കൺസപ്ഷൻ എക്സീഡ് ആകുകയാണെങ്കിൽ ചില പോർട്ടുകളിൽ നമുക്ക് PoE പവർ കിട്ടുകയില്ല. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന സ്വിച്ചിൻ്റെ മാക്സിമം പവർ സപ്ലൈ 65 വാട്ടാണെന്ന് വിചാരിക്കുക. ഇതിൽ നമ്മൾ ഈ ഒരു 5 പോർട്ടിൽ, അതായത് 1, 2, 3 കൊടുക്കുന്നില്ല, 4, 5 ഈ 4 പോർട്ടുകൾ, ഈ 5 പോർട്ടിൽ ഈ 4 പോർട്ടുകൾ നമ്മൾ 15 വാട്ട്സ് വെച്ച് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ടോട്ടൽ 60 വാട്ട്സ് ഓൾറെഡി യൂസ്ഡ് ആയി. ഇനി അതിന് ശേഷം ആ പോർട്ട് നമ്പർ 3ൽ നമ്മളൊരു 10 വാട്ട് കൂടി നമ്മൾ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി അതിൻ്റെ യൂസേജ് കൺസപ്ഷൻ എക്സീഡ് ആയതുകൊണ്ട് നമ്മൾ അവസാനമായി കണക്ട് ചെയ്ത പോർട്ട് 3ലെ പവർ ആയിരിക്കില്ല കട്ടാകുന്നത്, പോർട്ട് 5ലെ പവർ ആയിരിക്കും കട്ടാവുന്നത്. കാരണം സിസ്റ്റം പ്രയോറിറ്റി കൊടുക്കുന്നത് സ്മോളർ പോർട്സിനായിരിക്കും. ലാർജർ പോർട്സിലെ പവറായിരിക്കും കട്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്ത പോർട്ട് 3ലെ ഡിവൈസ് പവേർഡ് അപ്പ് ആവും. എന്നാൽ പോർട്ട് 5ൽ ഓൾറെഡി പവേർഡ് അപ്പ് ആകുന്ന ഡിവൈസിൻ്റെ പവർ കട്ടാവുകയും ചെയ്യും. സോ PoE സ്വിച്ചുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പവർ കൺസപ്ഷൻ തീർച്ചയായും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഓരോ പോർട്ടിനും അതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പവർ ഉണ്ടാവും. ഈ ഒരു സ്വിച്ചിനെ സംബന്ധിച്ച് ഇതിൻ്റെ 30 വാട്ട്സാണ് ഇതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പവർ. അതുകൊണ്ട് തന്നെ PoE സ്വിച്ചുകൾ വാങ്ങുമ്പോൾ നമുക്ക് വേണ്ട മാക്സിമം പവർ കൺസപ്ഷനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചിൻ്റെ പവർ കൺസപ്ഷനും നോക്കിയിട്ട് നമ്മൾ സ്വിച്ചുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക.